ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാരോൺസ് പെറ്റ് ടെക് വേൾഡ്. വീട്ടിലെ നാടൻ പപ്പായ കൊണ്ട് എളുപ്പത്തിൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. പപ്പായ നമ്മുടെ ആരോഗ്യത്തിനും ചർമ്മ സംരക്ഷണത്തിനും ഗുണം ചെയ്യുന്ന ഒരു പഴമാണ്. ആദ്യമായി നല്ലപോലെ പഴുത്ത പപ്പായ തൊലി ചെത്തിക്കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. ഇനി മുറിച്ചെടുത്ത കഷ്ണങ്ങൾ മിക്സിയിൽ നല്ലപോലെ അടിച്ചെടുക്കുക. 4 സോപ്പുകൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത്. മിക്സിയിൽ അടിച്ചെടുത്ത പപ്പായ ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കുക. പപ്പായയുടെ നാരുകളും മറ്റും ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിത്. അരിച്ചെടുത്ത 100 ml പപ്പായ ജ്യൂസ് ഒരു ബൗളിലേക്ക് എടുക്കുക. ഇതിലേക്ക് 1 സ്പൂൺ ഗ്ലിസറിനും 3 വൈറ്റമിൻ ഇ ക്യാപ്സൂളുകളും, സോപ്പിന് നല്ല കളർ വേണമെന്നുള്ളവർക്ക് അല്പം ഫുഡ് കളറും, അതുപോലെ സോപ്പിന് നല്ല മണം ലഭിക്കുന്നതിനു വേണ്ടി പെർഫ്യൂമും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് വെക്കുക. അടുത്തതായി സോപ്പ് ബേസ് ഉരുക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് കാണാം. 250 ഗ്രാം പൊടിയായിട്ടുള്ള ബേസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കട്ടയായിട്ടുള്ള സോപ്പ് ബേസും മാർക്കറ്റിൽ ലഭ്യമാണ്. ഡബിൾ ബോയിലിംഗ് മെത്തേഡിലാണ് സോപ്പ് ബേസ് ഉരുക്കിയെടുക്കുന്നത്. ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്നാൽ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തതിന് ശേഷം നമുക്ക് ചൂടാക്കിയെടുക്കേണ്ട സോപ്പ് ബേസുള്ള പാത്രം ആദ്യത്തെ പാത്രത്തിനുള്ളിലേക്ക് ഇറക്കി വെച്ച് ചൂടാക്കിയെടുക്കുന്ന രീതിയാണിത്. വെള്ളം തിളയ്ക്കുന്നതിനനുസരിച്ച് സോപ്പ് ബേസ് സാവധാനം ഉരുകി വരുന്നതാണ്. നല്ലപോലെ ഉരുകിയ സോപ്പ് ബേസിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പായ ജ്യൂസ് ഒഴിച്ച് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതിനുശേഷം സോപ്പ് മോൾഡിലേക്ക് സോപ്പ് മിക്സ് ഒഴിച്ചെടുക്കാവുന്നതാണ്. മോൾഡിനുള്ളിലേക്ക് സോപ്പ് മിക്സ് ഒഴിക്കുമ്പോൾ സോപ്പിന് മുകളിൽ പത പോലെ വരുവാനിട വരും. ഇത് ഒരു സ്പൂൺ ഉപയോഗിച്ച് സാവധാനം നീക്കം ചെയ്യാവുന്നതാണ്. ഇത് മാറ്റിയില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഏകദേശം 12 മണിക്കൂറിന് ശേഷം മോൾഡിൽ നിന്നും സോപ്പുകൾ ഇളക്കിയെടുക്കാവുന്നതാണ്. ചെറിയ പ്ലാസ്റ്റിക് കവറിലിട്ട് സ്റ്റോർ ചെയ്തു വെക്കുകയാണെങ്കിൽ ഏറെ നാൾ ഇരിക്കുകയും ചെയ്യുന്നതാണ്. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നല്ല ഗുണമേന്മയുള്ള സോപ്പ് നമുക്ക് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കുന്നു. നിങ്ങളും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കൂ. വ്യൂവേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ കമൻറ്റായി പ്രതീക്ഷിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ.